നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം അവസാന ലാപ്പിലേക്ക് കടന്നതോടെ ആവേശം പാരമ്യത്തിലെത്തി. സിപിഐഎം BJP ഡീൽ ആരോപണത്തിൽ തുടങ്ങിയ പ്രചരണ രംഗത്തെ ഏറ്റുമുട്ടൽ SDPI ബന്ധം സംബന്ധിച്ച ചർച്ചയിലൂടെയാണ് വളർന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള ചർച്ചയാക്കാൻ UDFും വയനാട് പുനരധിവാസം ചർച്ച ചെയ്യാൻ LDFും ശ്രമിക്കുന്നുണ്ടെങ്കിലും പുതിയ വിവാദങ്ങളാണ് നിലവിൽ കളം നിറയുന്നത്. ഇന്നേക്ക് 6ാം ദിവസമാണ് സംസ്ഥാനം പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. പരസ്യപ്രചാരണം തീരാൻ ഇനി 4 ദിവസം മാത്രം. അവസാന ഘട്ടത്തിലേക്ക് കടന്നതോടെ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ ഉച്ചസ്ഥായിലേക്ക് എത്തി. CPIM BJP ഡീൽ എന്ന കോൺഗ്രസ് ആരോപണത്തോടെയാണ് പ്രചരണ രംഗം ചൂടുപിടിച്ചത്. പ്രതീക്ഷിച്ചതിലുമേറെ സമയം പ്രചരണ രംഗത്ത് കത്തുനിന്ന ഡീലാക്ഷേപം നേമത്ത് LDFന് SDPI പിന്തുണ പ്രഖ്യാപിച്ചതോടെയാണ് ഒന്നയഞ്ഞത്. എങ്കിലും ഇപ്പോഴും CPIM BJP ഡീൽ കോൺഗ്രസ് സമർത്ഥമായി ഉന്നയിക്കുന്നുണ്ട്. SDPI പിന്തുണയിലും ഡീലാരോപണത്തിലും പ്രതിരോധത്തിലായ LDF വയനാട് പുനരധിവാസ ഫണ്ട് വിഷയം ഉയർത്തിയാണ് UDFന് നേരിട്ടത്. ഫണ്ട് കണക്ക് പുറത്തുവിട്ട CPIM കേന്ദ്ര നേതൃത്വം കോൺഗ്രസിനെ കണക്ക് പുറത്തുവിടാൻ വെല്ലുവിളിച്ചു. ശബരിമല സ്വർണ്ണക്കള്ള ഉന്നയിച്ചായിരുന്നു UDFന് തിരിച്ചടി. പ്രധാന വിഷയങ്ങളെ മറികടന്ന് പ്രാദേശിക വിഷയങ്ങൾ പൊതുമധ്യത്തിലേക്ക് എത്തുന്നതാണ് പ്രചരണത്തിന്റെ അവസാന ഘട്ടത്തിൽ കാണുന്നത്. പേരാമ്പ്രയിലെ LDFന്റെ അനൗൺസ്മെന്റ് വിവാദം, പയ്യന്നൂരിലെ വ്യാജക്കാർഡ് ആരോപണം എന്നിവ പ്രാധാന്യമുള്ള വിഷയങ്ങളായി പ്രചരണ രംഗത്തുണ്ട്. മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ ചരിത്രം വീട്ടിൽ പോയി ചോദിക്കുക തുടങ്ങിയ പരാമർശങ്ങളും പ്രചരണ രംഗത്ത് സജീവമായി ഉന്നയിക്കപ്പെട്ടു. കായംകുളത്തെ LDF സ്ഥാനാർത്ഥിക്കെതിരെ മുസ്ലിം ലീഗ് പ്രാദേശിക നേതാവ് നടത്തിയ മോശം പരാമർശവും പ്രചരണ രംഗത്ത് കത്തിപ്പിടിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്നിവർ പൊതുപരിപാടികൾ ഉന്നയിച്ച വിഷയങ്ങളും രാഷ്ട്രീയ ആരോപണങ്ങളും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായി. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.